ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നൊരു കോൺ കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചോളപ്പൊടി വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര, 250 ml മെഷറിംഗ് കപ്പാണ്, 1 ടീസ്പൂൺ വാനില ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വാനില ഫ്ലേവേർഡ് ഷുഗർ. അതിന് പകരം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് പിന്നീട് ഇത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി പരുവത്തിലാക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായി നല്ല ക്രീമി പരുവത്തിലായി വരണം. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 200 ml പാല്, 100 ml ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്കിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് ആയിരിക്കണം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് മിക്സ് ആയാൽ മതി. ഇനി ഇത് ബീറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയിലൂടെ മൈദയാണ്, 1/4 കപ്പ് മൈദ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോളത്തിൻ്റെ പൊടി 1/4 കപ്പ്, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്റർ കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം പൊടി പാറാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതിനി സ്പീഡ് 1-ലിട്ട് മിക്സാക്കാവുള്ളൂ. സ്പീഡ് 1-ലിട്ട് ഇത് പൊടിയെല്ലാം ഒന്ന് മിക്സ് ആകും വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇരിക്കും ബാറ്റർ. ഇനി ഫുള്ള് ഓയിൽ തൂകി അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചേക്കുന്ന ഒരു പാനിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഓവനിലാണ് ഞാൻ വെക്കുന്നത്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്റർ ഫുള്ള് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ സെസ്മി സീഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത്, വെളുത്ത എള്ള്. ഇനി ഇത് ഓവനിൽ 35 തൊട്ട് 40 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഇതിപ്പോൾ 40 മിനിറ്റ് എടുത്തത് ബേക്കായി വരാനായിട്ട്. സ്ക്യൂവർ വെച്ച് കുത്തി നോക്കി നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഈ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കോണിൻ്റെ ഒരു വെറൈറ്റി കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റുമാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.